അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. رواه البخاري. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ. ഈ ഹദീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഹദീസിൻ്റെ പരാമർശം വന്നിരുന്നു. അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുന്നതാണ്. അതായത് നമുക്ക് ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ള വിഷയങ്ങൾ വെറും ഖുർആൻ തജ്വീദുൽ ഖുർആൻ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. തജ്വീദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണ നിയമങ്ങൾ, തഫ്സീറുൽ ഖുർആൻ, ഖുർആൻ ആശയാർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പാരായണം, തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനനം ചെയ്യൽ, ബൈഹാർട്ടാക്കൽ. ഖുർആൻ നമ്മൾ ഇവിടെ വെച്ച് മെനക്കെട്ടും ബൈഹാർട്ടാക്കിയാൽ നാളെ സ്വർഗത്തിൽ 6000 ചില്ലാനം ആയത്തുകളുണ്ട് ഖുർആനിൽ. ഓരോ ആയത്തുകൾ ഓതുമ്പോഴും സ്വർഗത്തിലുള്ള ദറജകൾ, പദവികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇറാബുൽ ഖുർആൻ, അതായത് ഖുർആനിലുള്ള വ്യാകരണ ശൈലി, ഗ്രാമസ്. ഖിറാഅത്തുൽ അശ്റ, 10 ശൈലികളിൽ ഖുർആൻ പാരായണം ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന, നമ്മളും ഗൾഫിലും മറ്റും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ശൈലി ഹഫ്സൻ നാസിമൻ തരീഖ് ഷാത്തിബിയ എന്ന ശൈലിയിലാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. മൊറോക്കോ മറ്റുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ എത്തുമ്പോൾ ഖുർആൻ പാരായണ ശൈലി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ തന്നെ നമുക്ക് ധാരാളം സമയം വേണം. നമുക്ക് ടൈം പാസ്, സമയം വേസ്റ്റാക്കുക എന്നുള്ള സംഭവമേ ഉണ്ടാവുകയില്ല. ഇനി അതിൻ്റെ കൂടുതൽ ഗൗരവങ്ങൾ, അതിൻ്റെ കൂടുതൽ പ്രാധാന്യങ്ങൾ അടുത്ത വരുന്ന ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വമാ ഖലഖ്ന അസ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലായിബീൻ. സൂറത്ത് ദുഖാനിലെ 38-ാമത്തെ സൂക്തം. വമാ ഖലഖ്ന അസ്സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അതിൻ്റെ രണ്ടിനിടക്കുള്ളതും, ലായിബീൻ, കളി തമാശ വിനോദമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. സൂറത്തുൽ ദുഖാനിലെ 38-ാമത്തെ സൂക്തമാണ്. സൂറത്തുൽ ദുഖാനിലെ 39-ാമത്തെ സൂക്തം അടുത്തത്. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്, അവ രണ്ടിനെയും നമ്മൾ സൃഷ്ടിച്ചത് ഇല്ലാ ബിൽ ഹഖ്, കാരണസഹിതം, യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് അല്ലാതെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. വലാകിന്ന അക്സറുഹും ലാ യഅ്ലമൂൻ, എങ്കിലും ഭൂരിഭാഗം ആളുകളും, ധാരാളം ആളുകളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല.
അപ്പൊ ഹസ്ബത്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 23:115 ആയത്ത്. അപ്പൊ ഹസ്ബത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അബസൻ, വെറുതെ, അതായത് വൃതാവിൽ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വന്നക്കും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും നിങ്ങളെ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നു. ഇനി ആളുകൾ സമയം പാഴാക്കുന്നത് എങ്ങനെയെല്ലാമാണ് ആളുകൾ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? മൊബൈലുകൾ തോണ്ടിക്കൊണ്ട് ഇത്ര ഒരു 10,000 മെസ്സേജ് വന്നാലും അതെല്ലാം നോക്കി തീർക്കും ചില ആളുകൾ. ഇതിൽ മൊബൈലിൽ ഗെയിംസുകളുടെ വലിയ ശേഖരം തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് കോമഡി ഗെയിംസ്, കാണികളായി, പ്രേക്ഷകരായി ആളുകൾ സ്പോർട്സിൻ്റെയും കളികളുടെയും ജ്വരത്തിൽ, അതായത് ഹരത്തിൽ തന്നെയാണ് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് സമയം പാഴാക്കുകയാണ്. പൈശാചികമായ വേലകളിൽപ്പെട്ട ബ്ലൂ ഫിലിം വരെ കണ്ട് ആളുകൾ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവരുണ്ട്. പിന്നെ ചില കളികളൊക്കെ ഹലാലാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില ഹദീസുകളും ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. കുല്ലു ലൈബിൻ ഹറാം ഇല്ല ശത്രുഞ്ച്, അങ്ങനെ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് മൗദൂഉ ലൈഫുമാണ്, ഒന്നുകിൽ വ്യാജം അല്ലെങ്കിൽ ദുർബലം. ഈ ഹദീസൊന്നും തെളിവിന് ഉദ്ധരിക്കാൻ പറ്റിയതല്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ബുദ്ധി വികസിക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെസ് കളി, കേരം ബോർഡ്, ഷീറ്റ് കളി, നിരകളി എന്ന് വേണ്ട ഏതെല്ലാം രൂപത്തിലുള്ള കളികളുണ്ടോ അതൊക്കെ കളിച്ച് സമയം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. സമയം വളരെ വിലപിടിച്ചതാണ്, വിലയേറിയതാണ്. നമുക്ക് ഖുർആനിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളതാണ്. ആരോഗ്യം നിലനിർത്താനുള്ള കളികൾ നമുക്ക് ജായിസാണ്, അനുവദനീയമാണ്. അത് നമ്മുടെ നടത്തം, ഓട്ടം എന്നുവേണ്ട നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള കളികൾ, ഇതൊക്കെ എന്താണ്, നമുക്ക് ജായിസ്, അനുവദനീയമാണ്. നേരെ മറിച്ച് കളികൾ കാണികളായി കണ്ട് സമയം പാഴാക്കുക, ഇതൊന്നും അനുവദനീയമല്ല. പിന്നെ ചില ആളുകൾ, ഭൂരിഭാഗം ആളുകളും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഞ്ചാവിലൂടെയും ലഹരി മരുന്നുകൾ, സിഗരറ്റ്, ബീഡി, വെറ്റിലമുറുക്ക്, തമ്പാക്ക്, പൊടികൾ എല്ലാം നിഷിദ്ധമായ സംഗതികളാണ്. ശീശ, ഊക്കുവലി എന്ന് വേണ്ട ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളും ഉണ്ടോ അതൊക്കെ എന്താണ്, നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതിലൂടെയൊക്കെയാണ് ആളുകൾ സമയം പാഴായിക്കൊണ്ടിരിക്കുന്നത്. സമയം, നമ്മുടെ വിലയേറിയ സമയം പാഴാക്കിയാലുള്ള ഗുരുതരമായ അവസ്ഥ, അതിനെ സംബന്ധിച്ചുള്ള ഹദീസ് മായത്തും ഒക്കെ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ തുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെയും ഇരു പാദങ്ങളും നീങ്ങുകയില്ല, മഹ്ശറിൽ വെച്ച് നീങ്ങുകയില്ല, ചലിക്കുകയില്ല. 4 കാര്യങ്ങളുടെ മറുപടി പറയണം. ഒന്നാമതായിട്ട് പറയുന്നത് ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ തുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെയും ഒരു മനുഷ്യൻ്റെയും കാലുകൾ മഹ്ശറിൽ നിന്ന് നീങ്ങുകയില്ല. അൻ ഉംരിഹി ഫീ മാഫ്ന. ഒന്നാമത്തത് ഉംരിഹി ഫീ മാഫ്ന,
അവൻ്റെ ആയുസ്, അവൻ്റെ സമയം എന്തിന് ചെലവഴിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അൻ ഉംരിഹി ഫീമ അഫ്നാ വൻ ഷബാബിഹി ഫീമ അബില, അവൻ്റെ ആരോഗ്യം എന്തിന് വിനിയോഗിച്ചു, ചെലവഴിച്ചു. വാൻ മാലിഹി മിനൈനക്തസബുഹു വഫീമ അംഫഖു, അവൻ്റെ സമ്പത്ത് എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെയൊക്കെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തി എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ വൻ എൽമിഹി മാതാ അമില ഫീഹി, ഒരാൾക്ക് കിട്ടിയ വിജ്ഞാനം, ആ വിജ്ഞാനം കൊണ്ട് അവനെ എന്തൊക്കെ നേടി, ആ വിജ്ഞാനം കൊണ്ട് മറ്റുള്ളവർക്ക് അവനിക്ക് സ്വയം ഉപകാരപ്പെട്ടോ മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഇതിൽ ഒന്നാമത്തെ വിഷയമായ അൻ ഉംരിഹി ഫീമ അഫ്നാ എന്നതിനെ സംബന്ധിച്ച് കുറച്ച് വിശദീകരണം നൽകാം. അവൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ അവൻ്റെ സമയം എന്തിന് വിനിയോഗിച്ചു, എന്തിന് ചെലവഴിച്ചു. അതായത് സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, അങ്ങനെ ഒരാൾക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതായ അവൻ്റെ ആയുസ് ഇവിടം വരെ എത്തി. അതിനിടയ്ക്ക് ഇവന് എന്തെല്ലാം കാര്യങ്ങൾ ഈ സമയം കൊണ്ട് നേടി എന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയണം. അതിന് നമ്മൾ ടൈം പാസ്, സമയം വെറുതെ വേസ്റ്റാക്കുന്ന ഒരു ഉദ്ദേശമേ ഉണ്ടായിരിക്കരുത്. ഇനി സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ എന്ന് പറയുമ്പോൾ വാവുൽ കസ്മ്, വാവുൽ ഖഫ്ദാണ്. അതായത് വൽ അസ്റാന്നും വൽ അസ്റൂന്നും ഒന്നും പറയുകയില്ല. കാരണം വാവുൽ കസ്മ് സത്യത്തിൻ്റെ വാവും, വാവുൽ ഖഫ്ദ് അതായത് വാവുൽ ജറിന്റെ വാവുമാണത്. ഇപ്പം വൽ അസ്രി എന്ന് തന്നെ പറയുള്ളൂ. വൽ അസ്രി, കാലം തന്നെയാണ്, സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യ വിഭാഗം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ. വതവാസൗ ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും എന്താണ്? നഷ്ടത്തിലാണ്. അപ്പം ഈ ആയത്ത്, ഈ ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഖുർആനിൽ വേറൊരു അധ്യായം അവതരിച്ചിട്ടില്ലെങ്കിൽ ഈ അധ്യായം തന്നെ ജനങ്ങൾക്ക് മുഴുവൻ മതിയാകുമായിരുന്നു. ഒരു സഹാബി മറ്റൊരു സഹാബിയെ കണ്ടുമുട്ടുമ്പോൾ ആദ്യമായിട്ട് ഈ സൂറത്തുൽ അസ്ർ ഓതി കേൾപ്പിക്കും. അതിന് ശേഷവും ആണ് സലാം ചൊല്ലി പിരിയുന്നത്. അത്രയും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ അസ്ർ. അതായത് തവാസി ബിൽ ഹഖ് തവാസി ബിസ്സബ്ർ, പരസ്പരം യാഥാർത്ഥ്യം കൊണ്ടും സത്യം കൊണ്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുക, പരസ്പരം ക്ഷമയും സഹനവും കൊണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രബോധന രംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുപ്പും മാട്ടും അടിയും അസഭ്യവും എന്ന് വേണ്ട ചീത്തയും എല്ലാ വിഷയങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം? നല്ല ക്ഷമയും സഹനവും ഉണ്ടായിരിക്കണം. മൗലികമായിട്ടുള്ള എല്ലാ ഏകദേശം വിഷയങ്ങളും ആത്മീയമായും മൗലികമായും ഉള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു.
അന്ധകാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നമ്മൾ സത്യത്തിൻ്റെതായ വെളിച്ചം, അതായത് പ്രകാശം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൻ്റെയും ഹിദായത്തിൻ്റെയും തൗഹീദിൻ്റെയും വെളിച്ചം നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. പ്രവാചകന്മാരൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നവരാണ്. പ്രവാചകന്മാർ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്. ചില പ്രവാചകന്മാരെ ഈ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് മുറിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ച പ്രവാചകനെ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ജൂതന്മാർ കൊന്നിട്ടുണ്ട്. ഇനി സൂറത്തുൽ അഹ്സാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇന്നാ അറൽനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി വഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല. തീർച്ചയായും നമ്മൾ അമാനത്തിനെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ പ്രദർശിപ്പിച്ചു. അല സമാവാതി ആകാശങ്ങളുടെയും വൽ അർളി ഭൂമിയുടെയും വൽ ജിബാലി പർവ്വതങ്ങളുടെ മേൽ അതിനെ പ്രദർശിപ്പിച്ച് വെളിവാക്കി. അപ്പോൾ യഹ്മിൽഹ അവരൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ വിസമ്മതിച്ചു, ഞങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. യഹ്മിൽഹ വഅശ്ഫഖ്ന മിൻഹാ അവർ പേടിക്കുകയും ചെയ്തു, ബുദ്ധിമുട്ട് ഭയപ്പെടുകയും ചെയ്തു. വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ അങ്ങനെ ഇൻസാൻ, അതായത് മനുഷ്യവിഭാഗം അത് ഏറ്റെടുത്തു. കാരണം മനുഷ്യവിഭാഗത്തിന് മറ്റുള്ള ഇതര സൃഷ്ടിജാലങ്ങളെ അപേക്ഷിച്ച് വിശേഷ ബുദ്ധിയുള്ളവരാണല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റെടുത്ത് വേണ്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അവരെ പറ്റിയും പടച്ചവൻ പറയുന്നത് എന്താണ്? വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല. തീർച്ചയായും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അക്രമിയും അവിവേകിയും അജ്ഞനുമാണ്. അതിൽ കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജനങ്ങളും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത രീതിയിൽ തിന്മകളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. ഇത് കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും സത്യമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഒരുപാട് പുണ്യങ്ങളും നന്മകളും കരസ്ഥമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.